നീ ആര് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് എന്താ? നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹി ന വനസ്ഥ ന ഭിക്ഷു നിജബോധരൂപ. ഞാൻ ബോധമാണ്, എനിക്ക് അതുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതെന്താണ്? സനാതനമാണ്. ഞാൻ സനാതനമാണ്. ആ സനാതനത്തെ അനുഷ്ഠിക്കാനോ സനാതന ധർമ്മം എന്ന് പറയുന്നത്, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും നേതി പറയുന്നതാ. അതെന്ന് പറഞ്ഞാൽ ദളിതനെ മറ്റേതെങ്കിലും ജാതിയും മതവും പറഞ്ഞ് അവനെ മാറ്റി നിർത്തലല്ല, ഒരിക്കലും അല്ല. അത് അതിൻ്റെ പേരിൽ ആ അക്കൗണ്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തു വേണം? സനാതനത്തെ അടച്ചാക്ഷേപിക്കാതെ ഇത് ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ? അല്ലെങ്കിൽ മൊത്തം തകരാറായിപ്പോവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിവേകാനന്ദ സ്വാമികളും എല്ലാവരും ചെയ്തിട്ടുള്ളത് ഇതിനെ ശുദ്ധീകരിക്കാനാണ്. ശങ്കരാചാര്യരാണെങ്കിലും എന്തുകൊണ്ടാണ് ബുദ്ധമതത്തോട് കൂടിയിട്ട് ഹിന്ദുമതത്തിന് ഏറ്റവും വലിയ ഇതുണ്ടായത്? ബുദ്ധൻ ഈ സത്യാന്വേഷണം നടത്തുന്ന സമയത്ത് പൗരോഹിത്യത്തിൻ്റെ കയ്യിലായിരുന്നു ഈ മതം ഈ ഉണ്ടായിരുന്നത്. അവരെന്താണ് ഈ മൃഗബലി, കണ്ട വേണ്ടാധീനങ്ങൾ, ഏത് മൃഗത്തെ കൊല്ലാൻ പറഞ്ഞത്? ചാന്തോക്യമൊക്കെ ബൃഹദാരണ്യകം തുടങ്ങുന്നത് തന്നെ വലിയ ഒരു എന്താ പറയുക, ഒരു കുതിരയെ യാഗാശ്വത്തെ വധിക്കുന്നതാണ്. ആ യാഗാശ്വം ഏതാണ്? ശരിക്കുള്ളൊരു അശ്വമാണോ, കുതിരയാണോ? അല്ല. അതിൻ്റെ ഒരു കണ്ണ് ചന്ദ്രനും ഒരു കണ്ണ് സൂര്യനുമാണ്. അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക വിഷ്വലൈസേഷനാണ് അതിൽ ഈ യാഗപശു എന്നൊക്കെ പറയുന്നത്. യാഗാശ്വവും യാഗപശുവും ഒക്കെ, യാഗാശ്വത്തെ അഴിച്ചുവിടുക, എന്നിട്ട് അതിനെ കെട്ടുക, കെട്ടിയവനോട് യുദ്ധം ചെയ്യുക, ഒക്കെ സിംബോളിക്കാണ്. കുതിര ഇന്ദ്രിയങ്ങളാണ്. യുവരാജാവുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന പരിപാടിയാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഏത് വിഷയങ്ങളിൽ പോയാലും അവിടെ പതിക്കാതെ, അങ്ങനെ യാഗാശ്വത്തെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു കെട്ടലാണ്. അത് ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലും ആവാം. അതിനാണ് ഈ ഉർവശി, രംഭ, തിലോത്തമയൊക്കെ ഡാൻസ് കളിക്കുന്നത്. ഈ വിശ്വാമിത്രൻ്റെ അവരുടെ ഇവരുടെയൊക്കെ മുന്നിൽ വന്ന് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നതിൻ്റെ സിംബോളിസം അതാണ്.